ശബരിമലയിലെ കൊള്ള ആദ്യം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ അവസാനിപ്പിക്കാനായിട്ട് ചില ശ്രമം നടത്തി. ഹൈക്കോടതി കർശനമായിട്ട് ഇടപെട്ടു. ഒടുവിൽ തന്ത്രി തന്നെ ജയിലിലാകുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് തന്ത്രിയോടുകൂടി അവസാനിക്കുന്നു. അല്ല, തന്ത്രിക്ക് പിന്നാലെ ഇനി മന്ത്രിമാരിലേക്ക്, ഒപ്പം മേൽശാന്തിമാരിലേക്ക്. ഇതുവരെ ശ്രദ്ധിക്കപ്പെടാത്ത ചില വ്യക്തികളാണ് മേൽശാന്തി. അപ്പം മേൽശാന്തിയെ SIT കൃത്യമായിട്ട് ചോദ്യത്തിൻ്റെ മുൾമുനയിൽ നിർത്തി നിർണായകമായ പല വിവരങ്ങളും ലഭിച്ചു. അപ്പോൾ മേൽശാന്തിക്കും ഈ ഒരു കൂട്ടുകച്ചവടത്തിൽ പങ്കുണ്ടായി എന്ന വിവരമാണോ പുറത്തു വരുന്നത്? മേൽശാന്തിക്ക് നിയമപരമായിട്ട് പങ്കുണ്ടല്ലോ. തന്ത്രി അർഷവും മേൽശാന്തി അറസ്റ്റിലായിട്ടുണ്ടല്ലോ. കാരണം രണ്ടുപേരും ഒരേപോലുള്ള കസ്റ്റഡിയിലാണല്ലോ. അല്ലെങ്കിൽ മേൽശാന്തി നിലയിൽ ഉൾപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പം നിയമപരമായിട്ട് നോക്കുമ്പോൾ ആദ്യം തന്നെ അറസ്റ്റിലാവേണ്ട ആൾ തന്ത്രിയാണ്. തന്ത്രിയെ ആരാണ് ഈ വിശ്വാസപരമായി ഉയർന്ന പദവി എന്ന് പറഞ്ഞാൽ തന്ത്രിയാ. തുല്യം തന്തയുടെ സ്ഥാനം എന്നാ പറയുന്നത്. അതിന്റെ താഴെയാണ് മേൽശാന്തി. ഈ തന്ത്രി എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ടുള്ള ഒരു പദവി, എന്നും പിതൃതുല്യനാണല്ലോ. മറ്റേ മേൽശാന്തി എന്ന് പറയുന്നത് ഓരോ വർഷവും തെരഞ്ഞെടുക്കപ്പെടുന്ന ആളാണ്. വർഷത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇതിനകത്ത് ഈ കേസ് നമ്മൾ ഈ പറയുമ്പോൾ കേസ് നമ്മൾ വിചാരിക്കുന്ന SIT കോടതി പറഞ്ഞിടത്ത് കിടന്ന് കറങ്ങുക. കോടതി പറഞ്ഞ ലിസ്റ്റ് കൊടുത്ത മേൽശാന്തി കൂടെ ആകുമ്പം ഓക്കെ ആവും. ശങ്കരദാസിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വയ്യാതിരിക്കുകയാണ്. കാരണം അതുകൊണ്ട് ആ ഒരു ഇണീറ്റ് പോയി അല്ലെങ്കിൽ നടക്കാൻ പറ്റുന്ന ഒരു പരിവില്ല. ആശുപത്രി തന്നെ ഹൈക്കോടതി പറഞ്ഞു. മേൽശാന്തി നിയമനത്തിനാണോ നറുക്കെടുപ്പ് നടക്കുന്നത്? അതിൽ വലിയ അഴിമതി നടക്കുന്നു എന്ന് പറയുന്നു. അതിനകത്ത് അത് മേൽശാന്തി നിയമനത്തിനകത്ത് അഴിമതി എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം സാറേ. ആരൊക്കെ മേൽശാന്തി ആകണമെന്ന് നമ്മുടെ ഇറാനിലെ ഭരണ സംവിധാനം പോലെ തീരുമാനിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് CPM ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ അപ്പം എൻ്റെ പ്രദേശത്ത് നിന്ന് ഇതിനകത്ത് പങ്കെടുക്കാൻ പ്രാപ്തമായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവർ ആ ലിസ്റ്റിനകത്ത് വരണമെങ്കിൽ ശുപാർശ ചെയ്യണം. അപ്പോൾ CPMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വരും. അവിടുന്ന് ഒരു കത്ത് കൊടുത്തിട്ട് ജില്ലാ കമ്മിറ്റി കൊടുക്കും. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് കത്ത് കൊടുക്കും. അദ്ദേഹത്തിന് പങ്കെടുക്കാം. അപ്പോൾ പങ്കെടുക്കാൻ പറ്റിയാലല്ലേ ഉള്ളൂ. 50 പേർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന പാനലിനകത്തേക്ക് യോഗ്യത തീരുമാനിക്കുന്നത് CPM ഭരിക്കുവാണെങ്കിൽ CPM, കോൺഗ്രസ് ഭരിക്കുവാണെങ്കിൽ കോൺഗ്രസ്, BJP ഭരിക്കുവാണെങ്കിൽ അവർക്ക് തീരുമാനിക്കാൻ പറ്റും. അവർക്കകത്തുനിന്ന് നറുക്കെടുക്കണം. പക്ഷെ അവർക്കകത്തുനിന്ന് നറുക്കെടുപ്പ് നടത്തി എടുക്കും. പക്ഷേ ആ പാനലിനകത്ത് വരണമെങ്കിൽ ഇപ്പം മനസ്സിലായല്ലോ, ഈ ഇടപാടുകൾ നടത്താം. അല്ലെങ്കിൽ ഏറ്റവും അവസാനം പാർട്ടിയാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ആയാലും BJP ആയാലും ഈ CPM ആയാലും ഒക്കെ വരുന്നുണ്ട്. അപ്പം അതാണ് അതിനകത്ത് കാര്യം. അപ്പം അതിനകത്തും വരുന്നവർക്കെല്ലാം ആരുടെങ്കിലും ഒക്കെ ഒരു മുഖം ഉണ്ടാകും. അത്രയും മനസ്സിലാക്കും. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ ഗൂഢാലോചനയ്ക്കകത്തും കൊള്ളയ്ക്കകത്തും ഇവർ രണ്ടുപേരും ഒപ്പിടേണ്ടതായിട്ട്, അല്ലെങ്കിൽ ഇവർ പറഞ്ഞാലല്ലേ ഇത് നടക്കത്തുള്ളൂ. അപ്പം ഇവരാണല്ലോ പറഞ്ഞിരുന്നത് നേരത്തെ, ശബരിമല ഭഗവാന്റെ സാന്നിധ്യത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രോപ്പർട്ടിയും വെളിയിൽ പോകാൻ പാടില്ല. അവിടെ വെച്ച് തന്നെ റിപ്പയർ ചെയ്ത് കൊടുക്കണം. 98 ഈ വിജയമല്യ വന്നപ്പോൾ സ്വർണം പൂശിച്ചത് അവിടെ വെച്ചാണെന്നാ പറയുന്നത്. ഈ കാരണമാണ് പറഞ്ഞത്. ഈ കാരണത്തിനകത്ത് നിൽക്കുമ്പോൾ നിങ്ങളെല്ലാം പറയുന്നു, അല്ലെങ്കിൽ അഹമ്മദ് മാഷ് ചില ടോക്കുകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് തന്ത്രി ഈ പറയുന്ന തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ലേ ചെയ്തിട്ടുള്ളത്, തന്ത്രിയെ അല്ലെങ്കിൽ പെടുത്താൻ നോക്കുന്നില്ലേ, അയാളൊരു നല്ല മനുഷ്യനല്ലേ. പക്ഷെ ഈ വിഷയം വന്നപ്പോൾ അവിടുന്ന് ദ്വാരപാല ശില്പത്തിന്റെയും വാതിൽപ്പടിയുടെയും കാര്യം വരുമ്പോൾ ഈ നിയമങ്ങളെല്ലാം തെറ്റിച്ചില്ലേ? ഈ പറയുന്ന പപ്പൻ പറഞ്ഞത് ശരിയാണെങ്കിൽ കൊടിമരത്തിന്റെ കാര്യം വന്നപ്പോൾ ഈ നിയമം തെറ്റിച്ചില്ലേ? അവിടുന്ന് വെളിയിൽ പോയില്ലേ? അവിടെ ഇരുന്ന ഒരു മണിയെന്തേ? കൊടിമരത്തിന്റെ കീഴിലിരുന്ന അഷ്ടദിക്പാലകരെന്തേ? കൊടിമരത്തിന്റെ മുകളിലിരുന്ന വാജിവാഹനം എന്തിന് ഇദ്ദേഹം കൊണ്ട് വീട്ടിൽ വെച്ചിരുന്നു? നിയമപരമായിട്ടാണെങ്കിൽ ഇപ്പം സിനുജിയൊക്കെ പറഞ്ഞ നമ്മുടെ അടുത്ത് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇത് ഉരുക്കണ്ടേ? അല്ലെങ്കിൽ ഉരുക്കിയത് ബോധ്യപ്പെട്ട് ഇവിടെ കൊടുക്കണ്ടേ? ഇതിൻ്റെ എല്ലാം അവകാശി, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രത്യേകിച്ചൊരു നിയമമില്ലാത്തിടത്ത് വിശ്വാസികൾ അയ്യപ്പൻ്റെ ആളാണെന്ന് ധരിപ്പിച്ച്, അല്ലെങ്കിൽ അതുപോലെ ഇദ്ദേഹത്തെ വിശ്വസിച്ചിരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്ന വാചകങ്ങൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം ഭഗവാന്റെ നിയമങ്ങളായിട്ട് മാറുമല്ലേ? അതായത് വാജിവാഹനം എൻ്റെതാ, എൻ്റെ 1000 കോടി രൂപ കിട്ടും, പുള്ളിതാ. ഇതിവിടുന്ന് മാത്രമേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശരിയാണ്, പ്രയർ ഗോപാലകൃഷ്ണനാണ് ഈ വാജിവാഹനം ഒരു വ്യവസ്ഥാപിതമായ ചട്ടങ്ങളൊന്നുമില്ല, നിയമമില്ല, ദേവസ്വം നിയമത്തിലും ഇല്ല. ഇവര് തന്ത്രി പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അവസാനം തർക്കം വരുമെന്ന് പറയും, നമുക്കൊരു പ്രശ്നം നടത്താം, ദേവപ്രശ്നം നടത്താം, പുള്ളിയെ ദേവപ്രശ്നത്തിൽ കൂടെ പറയും. അത് തന്ത്രിയുടെ കേട്ടോ. അല്ല, ഈ കേസിൽ തന്ത്രി നേരത്തെ സമ്മതിച്ചതാണ്. ആദ്യത്തെ ചോദ്യം ചെയ്തത് എന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം തന്ത്രി ആദ്യമേ പറഞ്ഞു ഈ വാജിവാഹനം എന്റെ വീട്ടിലുണ്ട്, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ വന്നാൽ തരാം. അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാ? ഞാൻ ചെയ്തത് കള്ളത്തരമാണ്, ഇനി എന്നെ അറസ്റ്റ് ചെയ്യാൻ ഇങ്ങോട്ട് വരണ്ട, ആദ്യമേ ഞാനങ്ങ് തരാമെന്ന് സമ്മതിക്കില്ല. വേറെ കാര്യം സിനിമ അതിനകത്ത് ഈ ഒരു വാജിവാഹനത്തിൽ അങ്ങ് തീർന്നോട്ട് പല വാജിവാഹനം പുള്ളിയുടെ വീട്ടിലുണ്ട്. പല കൊടിമരം മാറ്റുന്നതിനകത്ത് ഇതുപോലെ പുള്ളി ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോകും. ഇതെല്ലാം പുള്ളിയുടെ അവകാശമാണ് എന്നുള്ളത് പൂജ നടത്തപ്പെടുന്ന അവകാശമാണ്. അപ്പൊ ഇതിനകത്ത്
ഇതിനകത്ത് ഇപ്പം ഏറ്റവും അവസാനം ഇതിനകത്ത് കള്ളത്തരവും കൊള്ളയും എത്രത്തോളം നടക്കുന്നുള്ളതിനകത്തുനിന്ന് ഈ കേസിനെ പറ്റി പഠിച്ചാൽ മാത്രം മനസ്സിലായി. ഇന്നലെ പ്രശാന്തിനെ ചോദ്യം ചെയ്തിരിക്കുക. പ്രശാന്തിനെ ചോദ്യം ചെയ്തപ്പോൾ എന്തുവാ, അതിനു മുമ്പ് ഇത് ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന 2025 ഇളക്കിക്കൊണ്ടുപോയി വീണ്ടും പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയറോപ്പ്. എന്താണ് അന്നേരം സംഭവിച്ചത്? മങ്ങിപ്പോയി. എപ്പോഴും മങ്ങലാണല്ലോ പ്രശ്നം. മങ്ങിയത് 40 കൊല്ലം ഗ്യാരണ്ടി ഉണ്ടായിരുന്ന, നേരത്തെ പൂശിയിരുന്ന ഗ്യാരണ്ടി കൊടുത്തിരുന്ന ദ്വാരപാല ശില്പം വാതിൽപ്പടിയാണ് വീണ്ടും ഇളക്കിയിരിക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ഇതിനകത്ത് എന്തോ പണിക്കൊണ്ടിരിക്കുന്നു. സ്വർണം പൂശുന്നതാണോ എന്നുള്ളത് പോലും നമുക്കിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കോടതിക്ക് ഇതെല്ലാം ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ പല ടോക്കുകളിലും പറഞ്ഞ പോലെ കോടതി ഇതെല്ലാം വ്യക്തമാക്കി പറഞ്ഞില്ലേ സാറേ, കടൽ കടന്നോ നോക്കണം, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനലാണോ, പലതും വെളിയിൽ പറയാൻ പറ്റുന്നില്ല. നമ്മൾ പറഞ്ഞതിൽ ആഭ്യന്തര രഹസ്യങ്ങൾ പലതും നമ്മുടെ കേന്ദ്രം വെളിവിടത്തില്ലെന്ന് പറയുന്നത്, യുദ്ധത്തിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ അവിടെ നടന്ന ഇവിടെ ഈ കാര്യത്തിനകത്തും പലതും വെളിവിടുന്നില്ല. കാരണം ഇതൊരു വലിയ സംഘർഷത്തിലേക്കും വലിയ പ്രശ്നത്തിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിനകത്ത് ഇവരുടെ വീട് SIT ഇന്നലെ പരിശോധിക്കുമ്പോൾ വാജിവാഹനം അവിടുന്ന് പൊക്കിയതേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ പൊക്കണോ വേണ്ടേ എന്ന് ഉദ്യോഗസ്ഥന്മാർക്കൂടെ സംശയമായിരിക്കും. ഇത് എവിടത്തൊക്കെയായിരിക്കുന്നേ? പുള്ളിയുടെ നിലവറയിൽ ഈ പറയുന്നത് പോലെ ഇത് ഒരു വാജിവാഹനമല്ല, 1000 വാജിവാഹനവും അല്ലെങ്കിൽ അഷ്ടദിക്പാലകരും പല പഞ്ചലോക വിഗ്രഹങ്ങളും മറ്റതും മറിച്ചതും ഒക്കെ ഉണ്ട്. അല്ലാതെ ഈ രാജ്യരക്ഷാ രഹസ്യം എന്ന് പറയുന്ന പോലെ ദൈവരക്ഷാ രഹസ്യം. അതെ, വേണമെങ്കിൽ ഇതൊക്കെ തന്നെ ഇപ്പം ബാംഗ്ലൂരിലോ അല്ലെ ചെന്നൈയിലോ ഒക്കെ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ച് ഇത് പൂജിക്കാൻ കേട്ടോ, വളരെ പവിത്രമാണ്. ഇത് ശബരിമലയിൽ ഇരുന്നയാ. അപ്പൊ പൂജിക്കുന്നു, ഇത്ര ദിവസം അവിടെ വെക്കുന്നു, അതിനുള്ളൊരു വാടക മേടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ ഒറിജിനൽ എപ്പോഴും ഇവിടെ ഇരുന്നാൽ പോരെ, എപ്പോൾ വേണമെങ്കിലും ഓരോ സ്ഥലത്തും കൊണ്ടുപോകും. ഇതാണ് ഈ പറയുന്ന ചൂഷണം ചെയ്യൽ എന്ന് പറയുന്നത്, വിശ്വാസികളെ ചൂഷണം ചെയ്യൽ. അപ്പം മലയാളികൾ ഒരു പരിധി വരെ അത് വീടില്ല. പക്ഷേ ബംഗളൂരുവിൽ നിന്ന് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്നവർ അവരുടെ ഒരു വരുമാനത്തിന്റെ ഭാഗം തന്നെ അയ്യപ്പനെ പാർട്ണറാക്കിക്കൊണ്ടാണ്. അപ്പോൾ അത്രയും പൈസ കൊണ്ടുവന്ന് ഈ പറയുന്ന ഈ പിന്നെ എന്താ പറയുന്നത്, ഈ ശ്രീകോവിലേക്ക് പൈസ എടുത്തെറിയില്ലേ? ശ്രീകോവിലേക്ക് പൈസ എടുത്തെന്ന നിയമപ്രകാരം ശ്രീകോവിൽ വിടുന്ന കാശ് മൊത്തവും ഈ മേൽശാന്തിക്ക്. അപ്പം ഇത് നമ്മൾ പറയുന്ന പോലെക്കല്ല, ശബരിമലയിൽ വരുന്ന വരുമാനം ഭണ്ഡാരത്തിൽ വീഴുന്നതിനെക്കാട്ടി കൂടുതൽ കാശ് ശ്രീകോവിലിനകത്താണ് വീഴുന്നത്. സ്വർണ്ണ കിഴികൾ എടുത്തെറിയുകയാണ്. ഇത് എറിയുന്നതിന് വേണ്ടി തടയാൻ നിർത്തിയിരിക്കുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെ കാശ് കൊടുത്ത് മേൽശാന്തി വൈകിട്ട് ഒരാൾക്ക് 50,000 രൂപ, നേരത്തെ ഒരു 10 കൊല്ലത്തിന് മുമ്പ് എനിക്കറിയായിരുന്നു 50,000 രൂപ ഒരാൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ 20 പേരുണ്ട്. അത്രയായി ഒരു ദിവസത്തെ കാശ്. അപ്പൊ അവിടെ വരുമാനമുണ്ട്. കാരണം ഇത് വിശ്വാസമാണ്. ഈ വിശ്വാസത്തെ ചൂഷണം ചെയ്യുക. എൻ്റെ അമ്പലത്തിൽ, ഇനി വേറൊന്നും പറയാം, ഏതമ്പലം കാര്യം പറയുന്നത്, എൻ്റെ അമ്പലത്തിൽ തിരുമേനി ഇരിപ്പുണ്ടായിരുന്നു. അവസാനം ഇയാളെ പറ്റി പ്രശ്നമായി. ഇയാൾ അവിടെ വരുമ്പോൾ ഇയാൾ വലിയ പൂജക്കാരനാണ്. പെണ്ണുങ്ങൾ എല്ലാം കൊണ്ടുവന്ന് നമ്മൾ ഈ പറയുന്നത് ഏലസ് പൂജിച്ചു കൊടുക്കുക പുള്ളിയുടെ പ്രധാന പരിപാടി. ഏലസ് എത്ര ദിവസം ഇരിക്കണമെന്നറിയോ? 21 ദിവസം ഭഗവാന്റെ പാദത്തിലിരിക്കണം. അതായത് ഭഗവാന്റെ സാന്നിധ്യത്തിലിരിക്കും. ഇവിടെ ഇവൻ ഏലസ് മേടിച്ച് വെച്ചിട്ട് കൊണ്ടുപോയി പണയം വെക്കും. അപ്പൊ 21 ദിവസം കഴിയുമ്പോഴത്തേന് കൊടുത്താൽ മതിയല്ലോ. അപ്പോഴത്തേന് വേറെ 4 പേര് വരും, 4 ഏലസുമായിട്ട്. വേറൊരു തട്ടിപ്പല്ലേ? 4 തട്ടിപ്പോ. അവസാനം ഇയാളെ പിടികൂടിയെന്ന് പറഞ്ഞാൽ അടൂര് ഒരു പ്രമുഖ ബാറിൽ എന്തും വൈകിട്ട് പോയി വെള്ളമടിക്കുന്നിടത്ത് തന്നെ പിടികൂടേണ്ടി വന്നു. കാരണം ഇതാണ് ഒരു വെള്ളമടിക്കുന്നിടത്ത് എന്ന് പിടികൂടേണ്ടി വന്നു. അവിടെ കഴിക്കുന്നത് എന്തുവാ? ഏറ്റവും നിഷിദ്ധമായിട്ടുള്ള ബീഫ് വെച്ച കൂട്ടി കാണിക്കുന്നു. ഇയാളുടെ പരിപാടി ഇതായിരുന്നു. അപ്പൊ ഇത് വിശ്വാസത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞോണ്ടോ, ഇതൊന്നും വിശ്വസിക്കുമല്ലേ? 21 ദിവസം ഇതെവിടെ ആയിരിക്കുന്നത്? അവനെ കൊണ്ട് പണയം വെച്ചിട്ട് വെള്ളം അടിക്കുക. അപ്പൊ നമ്മുടെ വിശ്വാസം എന്താ? ഭഗവാന്റെ കീഴിലിരിക്കുക. ഇപ്പൊ ഇത് ചൂഷണം ചെയ്യുന്ന ഒരു പണ്ട് തൊട്ടേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. മനസ്സിലാവുന്നുണ്ട്? ഈ ശബരിമലയിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഉടനീളം അല്ലെങ്കിൽ കേരളത്തിലുടനീളം ഇത്തരത്തിൽ അമ്പലത്തിനെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു വല്ലാത്തൊരു സംവിധാനം, അല്ലെങ്കിൽ അത് പ്രത്യേക ഒരു വിഭാഗത്തിന്റെ കയ്യിൽ മാത്രമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പം ഇത് നോക്കിയപ്പോൾ ഇതിനകത്തുനിന്ന് തന്നെ കോടികളാണ് കിട്ടുന്നത്. ഈ ഒരു സീസണിൽ ഇരുന്നാൽ മതി. നമ്മുടെ നാർത്തിയില്ലാതെ എന്നിട്ട് ഇപ്പം ഭഗവാനെ പാർട്ടായിട്ട് വിൽക്കുമല്ലേ? നമ്മൾ നോക്കുമ്പോൾ അമ്പലം വിൽക്കുമല്ലേ, വിഗ്രഹം വിൽക്കുമല്ലേ, ഇതേ രീതിയിലുള്ള കാര്യങ്ങളല്ലേ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത് വല്ലാത്തൊരു കാർട്ടൽ, വലിയൊരു കൊള്ളയുണ്ട്. ഇത് നമ്മളീ പറയുന്ന പോലെ ഇതിപ്പോൾ ഒരു പ്രശാന്തിലേക്ക് കൂടെ പോയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും അവസാനം കടകംപള്ളി സുരേന്ദ്രനിലൊക്കെ പോയിട്ട് അങ്ങ് നിൽക്കത്തേ ഉള്ളൂ. ഇതിൻ്റെ കാർട്ടലോ ഇതിൻ്റെ വ്യാപ്തിയോ ഒന്നും അന്വേഷിക്കത്തില്ല. ഇത് ഈ ദ്വാരപാല ശില്പവും വാതിൽപ്പടിയൊന്നും 2004 തൊട്ട് ഈ പോറ്റി അതിൻ്റെ പുറകെ നിൽക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെയൊക്കെ കാര്യം അന്വേഷിച്ചാൽ ഒരുപക്ഷെ കണ്ണു തള്ളിപ്പോകുന്ന ഒരവസ്ഥ വരും. നമ്മൾ വിചാരിക്കാത്ത, ആർക്കും രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും കാണും. അതുകൊണ്ടാണ് സ്വർണം പൂശാൻ പുറത്തു കൊണ്ടുപോട്ടെ എന്ന് തിരുമേനിയോട് ചോദിച്ചു. കൊണ്ടുപോക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നതിനപ്പുറത്തേക്ക് ഈ ദേവസ്വം ബോർഡ് ഒക്കെ വഹിച്ചതുപോലെ ഇതിൻ്റെ ഒരു പങ്കാളിത്തം പണമായിട്ടൊക്കെ തന്ത്രിയും മേൽശാന്തിയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ എന്തിനാ ഈ അനുജ്ഞ കൊടുക്കേണ്ട കാര്യം? എന്തിനാ വെളിയിൽ കൊണ്ടുപോകേണ്ട കാര്യം? എന്തിനാ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകേണ്ട കാര്യം? എന്തിനാ 40 ദിവസം എടുക്കേണ്ട കാര്യം? അവിടെ ചെയ്യാൻ പറഞ്ഞ പോലെ അയാൾക്കൊരു ഭാഗവും ഇതിനകത്തില്ലെന്നുണ്ടെങ്കിൽ എലി കയറുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ
ഈ വാതിൽപ്പടി ഇളക്കാൻ പറഞ്ഞു. അതിനു മുമ്പ് ശബരിമല കൊടിമര ഇളക്കാൻ ഉറുമ്പരിക്കുന്നത് പറഞ്ഞാണ് കാരണം എഴുതി കൊടുത്തത്. ഉറുമ്പരിക്കണം, കോൺക്രീറ്റ് ഉറുമ്പരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, മനസ്സിലാവുന്നുണ്ട്. പിന്നെ 18-ാം പടിയുടെ അന്ന് വെള്ളം ഇറങ്ങുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞു. പുള്ളി അവരങ്ങ് കാരണം പറഞ്ഞാൽ മതിയല്ലോ. കാരണം പറയുമ്പോൾ അപ്പോൾ ഇതിനകത്ത് ഒരു സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ പോട്ടെ, മങ്ങൽ പറ്റി അങ്ങ് സ്വർണം പൂശി, ഞാൻ പറയുക സ്വർണ്ണം അല്ലായിരുന്നു, അവിടെ ഇരുത്തി പണി ചെയ്യിക്കണം. അതില്ലേ ഭഗവാന്റെ ആജ്ഞ? അല്ല, അതെന്തിനാ വെളിയിൽ കൊണ്ടുവന്നത്? ഇത്രയും ദിവസം ഈ 38 ദിവസം ഇത് എവിടെ ആയിരുന്നു? അപ്പം ഇതിനകത്ത് മാത്രവുമല്ല, ഇദ്ദേഹത്തെ പറ്റി വേറെ ആക്ഷേപം വരുന്നുണ്ടല്ലോ. അവിടെ സ്പോൺസർമാരുമായിട്ട് വരുന്നവരുമായിട്ട് മൊത്തം പുള്ളിക്ക് ബന്ധമുണ്ട്. എന്തിനാ പുള്ളിക്ക് ബന്ധം? അവിടെ ആരെങ്കിലും ഒന്ന് സ്വർണ്ണം പൂശിച്ചു പോട്ടെ, അവരുടെ പുള്ളിക്ക് എന്തിനാ ബന്ധം? ഈ കോടി വരുന്ന ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ മുമ്പ് ഒരു ടോക്കിനകത്ത് പറഞ്ഞതുപോലെ അവിടെ അതിനകത്ത് നടക്കുന്ന പൂജ, നേരത്തെ ഇവിടെ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള IPS ഉദ്യോഗസ്ഥൻ തടഞ്ഞില്ലേ, 1 രൂപ നെറ്റിക്ക് വെച്ച് കൊടുത്തിട്ടില്ലേ 10 ലക്ഷത്തിൽ കുറയാത്ത ദക്ഷിണ മേടിക്കുന്ന പൂജ. അതിനകത്ത് പുള്ളിയെ കാണാൻ പറ്റുന്ന ആർക്കാ? സാധാരണക്കാരനെ കാണാൻ പറ്റുമോ? ഇവിടുത്തെ സാധാരണ ഒരുത്തനെ തന്ത്രിയെ കാണാൻ പറ്റുമോ? ഈ അവസാനമായിട്ടേ ഒരു പ്രധാനപ്പെട്ട കാര്യം, മേൽശാന്തി 1 വർഷത്തേക്കാണല്ലോ. അപ്പൊ എത്ര മേൽശാന്തിമാരെ ചോദ്യം ചെയ്യേണ്ടി വരും? അല്ല, ഈ സമയം ഒപ്പിട്ട മേൽശാന്തി ഇതിനകത്ത് ഒപ്പിട്ട മേൽശാന്തി ഇത് ഈ സ്വർണ്ണ പാളി മാറ്റാൻ പോകുന്നു, അല്ലെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഈ സമയത്ത് അവിടെ ഒരു മേൽശാന്തി അപ്പൊ മേൽശാന്തിയുടെ സമ്മതം കൂടെ വേണമല്ലോ. അപ്പൊ ഈ തന്ത്രിയും മേൽശാന്തിയും കൂടെ തമ്മിൽ കൃത്യമായ കൂട്ടുകച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പുറത്ത് തന്ത്രി രാജാവിനെ പോലെ ഇരുന്നിട്ട് ധാരാളം വെറുതെ പണമൊക്കെ മേടിക്കുന്നു, അപ്പുറത്ത് മേൽശാന്തി ഇരിക്കുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പരം പാലവിട്ടാലേ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും മേൽശാന്തി അറസ്റ്റ് ചെയ്തതിലൂടെ വലിയ വലിയ വിവരങ്ങൾ ഏതാണ്ട് മനസ്സിലായി തുടങ്ങി. അതെ, അത് പപ്പൻ പറഞ്ഞ ദൈവതുല്യർ എന്ന് പറഞ്ഞാൽ പപ്പന്റെ ദൈവതുല്യം എന്ന് പറഞ്ഞാൽ CPM കാരനാകുമ്പോൾ വീണ്ടും കാണും. CPM ദൈവതുല്യം എന്ന് പറയുമ്പോൾ സംസ്ഥാന സെക്രട്ടറി ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ മന്ത്രിയാവാം, അല്ലെങ്കിൽ അത്തരത്തിൽ ഉയർന്ന പദവിയിലായിരിക്കാം. നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവതുല്യർ ഇത് രണ്ടും വരും. ഏതാണ്ട് പപ്പൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കുന്നു. ഇതിനകത്ത് ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമായി പോയി, അല്ലെങ്കിൽ ഭാഗമാകാതിരിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു കാര്യമാണിത്. കൂട്ടത്തിൽ ഈ പിണറായിക്ക് വേണ്ടി ഒരു ദേവപ്രശ്നം ഇവിടെ നടന്നു അത്രേ, സ്വകാര്യമായിട്ട്. വലിയ വൻകിട മുതലാളിയുടെ റിസോർട്ടിൽ വലിയ ചെലവിൽ യാഗം പോലെ. അപ്പൊ അതിൽ കണ്ടെത്തിയൊരു പ്രധാനപ്പെട്ട കാരണമാണ് അത്ര ഇത്. അയ്യപ്പ കോപം കലശലായിട്ട് പിണറായിയുടെ തലക്ക് ചുറ്റും വന്നിരിക്കുന്നുണ്ട്. ശരിയായിരിക്കും എന്ന് കരുതാം, അല്ലേ? രാഷ്ട്രീയ ദൈവങ്ങൾ, ദൈവത്തെ വിശ്വസിക്കാത്തവർക്ക് ആ കോപം വരാൻ സാധ്യതയില്ലല്ലോ. പിണറായി വിജയൻ ഇതുവരെ അതിന് വിശ്വാസമില്ല. അപ്പൊ പിന്നെ പുള്ളിക്ക് എങ്ങനെ കോപം വരും? സാറിന്റെ വിശ്വാസത്തിലുള്ള കോപമല്ലേ സാറിന് വരത്തുള്ളൂ, അതിനപ്പുറമുള്ള കാര്യങ്ങൾ വരത്തില്ല. എന്തായാലും ഇനിയും ഈ SITയുടെ അന്വേഷണം മുന്നോട്ട് പോട്ടെ, SITയുടെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ കൃത്യമായ റൂട്ടിൽ ഈ കോടതി ആദ്യം പറഞ്ഞതുപോലെ പോട്ടെ എന്ന് നമ്മൾ, പക്ഷെ അതൊന്നും നടക്കത്തില്ല. ഇത് കോടതി പറഞ്ഞിടത്ത് കടന്ന് കറങ്ങുന്ന ഒരു അവസ്ഥയിലേക്കും ഇത് ക്ലോസിങ്ങിന്റെ ഒരു അവസ്ഥയിലേക്കും ഒക്കെയാണ് നീങ്ങുന്നത്. കാരണം ഇതിനു മുമ്പും ദേവസ്വം ബോർഡിന്റെ ഇത്തരം കേസുകൾ വന്നിട്ടുണ്ട്. വജ്രം വെറും പളുങ്കായി മാറിയിട്ടുണ്ട്. ഇതും ഈ പറയുന്ന നമ്മൾ വിചാരിക്കുന്നത് പോലെ യഥാർത്ഥ കൊള്ള സംഘത്തെ പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ എന്ന് ഇപ്പോഴും സംശയം. പക്ഷേ ഈ തന്ത്രി മേൽശാന്തി തലത്തിൽ എത്തിക്കഴിഞ്ഞാലേ അവരാണ് ഇതിന്റെ യഥാർത്ഥ പ്രതികളെന്ന് വരുന്നതോടുകൂടി അതൊക്കെ രാഷ്ട്രീയക്കാർ രക്ഷപ്പെട്ടു പോകും. അല്ല, രാഷ്ട്രീയക്കാർ അവർ മാത്രമാകത്തില്ല സാറേ ഇതിന്റെ പ്രതികൾ, ഇതിന്റെ പുറത്ത് പ്രതികളുണ്ട്. ഈ പറയുന്ന ഒരു ദേവസ്വം ബോർഡ് മന്ത്രി ഒന്നും അല്ല, അതിന് പുറത്താളുണ്ട്. നമ്മൾ കണ്ട പല ചിത്രത്തിൻ്റെയും ഉറവിടം കൃത്യമായിട്ട് അന്വേഷിക്കണം. ഞാൻ ഇതിനകത്ത് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആർക്കും സംശയമില്ലേ, ഈ സോണിയാഗാന്ധിയുടെ കൂടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോട്ടോ, ഭാര്യയുടെ ഫോട്ടോ, എന്ത് ബന്ധം അവിടെ വരുന്നത്? ഏത് ബന്ധം അവിടെ വരുന്നത്? അപ്പം അതേ രീതിയിൽ അന്വേഷിച്ചാൽ ഇതിന്റെ വലിയ, നമ്മൾ ഈ പറയുന്ന വലിയ കാർട്ടൽ, ഇതിനകത്ത് കുറച്ച് സാധനം ഇവിടുന്ന് കൊണ്ടുപോയെന്നുള്ളത് ഇന്ത്യ മൊത്തം നടക്കുന്ന ഈ പഞ്ചലോക വിഗ്രഹം ആർട്ടിക് സാധനങ്ങളുടെ കടത്തിന്റെ ഒരു കാർട്ടലിന്റെ ഒരു ഭാഗമായിട്ട് ഇവിടെയും കൂടെ നടന്നു, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും.